എന്റെ പേര് ഗ്ലാഡിസ്. ഗ്ലാഡിസ് ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ MCA കഴിഞ്ഞു. MCA കഴിഞ്ഞു. ഇനിയിപ്പോ ജോലിക്കൊക്കെ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് മത്സരത്തിൽ പങ്കെടുക്കാമെന്നൊരു തോന്നലുണ്ടായത്? ഇങ്ങനെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുക, അപ്പൊ വീട്ടിൽ വെറുതെ ഇരിക്കുക, അപ്പൊ നമുക്ക് ബൈബിള് പഠിക്കാനൊരു അവസരം കിട്ടുകയാണ്. അപ്പൊ ഇത്തവണയെങ്കിലും വായിച്ചു. ഇതിനു മുമ്പ് അങ്ങനെ വായിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ടോ? പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തവണ കുറച്ചുകൂടെ ആവേശത്തോടുകൂടെ വായിച്ചിട്ടുണ്ട്. വീട്ടിൽ പപ്പ, മമ്മി, പിന്നെ ഞങ്ങള് 3 മക്കളാ. ചേച്ചി, ചേട്ടൻ, പിന്നെ ഞാൻ. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു. കോന്നിയിലോട്ടായിരുന്നു വിവാഹം കഴിഞ്ഞു. ഈ സ്ക്രീനിൽ നോക്കിയിട്ട് എത്ര ദൂരം വരെ സഞ്ചരിക്കുമെന്ന് തോന്നുന്നുണ്ട്? അങ്ങനെയൊക്കെ ചോദിച്ചാ ദൈവം നടത്തട്ടെ. ദൈവം നടത്തട്ടെ. കിറ്റ് ചെയ്യാമായിരുന്നില്ലേ? കിറ്റ് ചെയ്യണോ? വേണ്ട, കിറ്റ് ചെയ്യാൻ പറ്റും. ഇനി കിറ്റ് ചെയ്യുന്ന പാടാ. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ആവേശത്തിൽ ഉത്തരം പറയണം നിർബന്ധമില്ല. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ, +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിനും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. ബൈബിൾ ബ്രെയിൻസിന്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. വളരെ മികച്ച രീതിയിൽ നമ്മുടെ എപ്പിസോഡുകൾക്ക് പിന്തുണ നൽകുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞങ്ങളുടെ ഹൃദയത്തിലെ സന്തോഷം കൂടി അറിയിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായി നിങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തുക. മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ, നമ്മുടെ ടീമിൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ വിശദാംശങ്ങൾ പങ്കുവെക്കുക. അടുത്ത തവണ നിങ്ങൾക്കും ഒരു മത്സരാർത്ഥിയാകാൻ അവസരമുണ്ടാകട്ടെ. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്ന പുതിയ മത്സരാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം. എന്തുകൊണ്ട് വിശേഷം? സന്തോഷമായിട്ടിരിക്കും. ചൂടൊക്കെ എങ്ങനെയുണ്ട്? പാലക്കാട് നല്ല ചൂടാണ്. പേര്? എന്റെ പേര് ഗ്ലാഡിസ്. ഗ്ലാഡിസ് ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ MCA കഴിഞ്ഞു. ഇനിയിപ്പോ ജോലിക്കൊക്കെ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് മത്സരത്തിൽ പങ്കെടുക്കാമെന്നൊരു തോന്നലുണ്ടായത്? ഇങ്ങനെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുക, അപ്പൊ വീട്ടിൽ വെറുതെ ഇരിക്കുക, അപ്പൊ നമുക്ക് ബൈബിള് പഠിക്കാനൊരു അവസരം കിട്ടുകയാണ്. ബൈബിൾ പഠിക്കാൻ ഒരു അവസരം കിട്ടുകയാണ്. അത് തന്നെയാണ് ബൈബിൾ ബ്രെയിൻസിന്റെ പ്രധാനപ്പെട്ട എയിം. നിങ്ങളെല്ലാവരെയും ബൈബിൾ വായിപ്പിക്കുക, ബൈബിൾ വാക്യങ്ങളിലൂടെ കടത്തിവിടുക. അതിനാണ് ഒരു സമ്മാനത്തുക നിശ്ചയിച്ച് നിങ്ങളെ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലേക്ക് ബൈബിൾ ബ്രെയിൻസ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇത്തവണയെങ്കിലും വായിച്ചു. ഇതിനു മുമ്പ് അങ്ങനെ വായിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ടോ? പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തവണ കുറച്ചുകൂടെ ആവേശത്തോടുകൂടെ വായിച്ചിട്ടുണ്ട്. അപ്പം ക്ലീൻ ആയിട്ട് വായിച്ചോ ഇല്ലയോ നമുക്ക് തുടർന്ന് ഉത്തരം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ പപ്പ, മമ്മി, പിന്നെ ഞങ്ങള് 3 മക്കളാ. ചേച്ചി, ചേട്ടൻ, പിന്നെ ഞാൻ. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു. കോന്നിയിലോട്ടായിരുന്നു വിവാഹം കഴിഞ്ഞു. ചേട്ടൻ എഞ്ചിനീയറാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ മത്സരത്തിന്റെ
രീതി ഞാനൊന്ന് വിശദീകരിക്കുകയാണ്. സ്ക്രീനിൽ ശ്രദ്ധിക്കാം. നമുക്ക് മുഴുവൻ 15 ചോദ്യങ്ങളാണുള്ളത്. ആദ്യത്തെ 6 ചോദ്യങ്ങൾ അവസാനിക്കുമ്പോൾ 1000 രൂപയുടെ ഒരു സേഫ് സോണിൽ, അടുത്ത 4 ചോദ്യങ്ങൾ 10ാമത്തെ ചോദ്യത്തിലെത്തുമ്പോൾ 3000 രൂപയുടെ സേഫ് സോണിൽ, 15 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ 10000 രൂപയുടെ ബമ്പർ പ്രൈസ്. ഈ സ്ക്രീനിൽ നോക്കിയിട്ട് എത്ര ദൂരം വരെ സഞ്ചരിക്കുമെന്ന് തോന്നുന്നുണ്ട്? അങ്ങനെയൊക്കെ ചോദിച്ചാ ദൈവം നടത്തട്ടെ. ദൈവം നടത്തട്ടെ. നമുക്ക് നോക്കാം. പഠിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നടത്തുന്നതായിരിക്കും, വായിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് പോകാം. ഓക്കെ ആണോ? മത്സരത്തിലേക്ക് പോകാം. എന്തെങ്കിലും ആശങ്കകളോ ചോദ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് ഉറപ്പുണ്ടല്ലോ. ഓക്കെ, അപ്പോ ഇതാ നമ്മൾ മത്സരം ആരംഭിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാ: ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാം, പുറകോട്ട് നോക്കരുത്. ആരുടെ കുടുംബത്തോടാണ് ഇത് പറഞ്ഞത്? ഓപ്ഷൻ എ നോഹ, ഓപ്ഷൻ ബി അബ്രഹാം, ഓപ്ഷൻ സി ലോത്ത്, ഓപ്ഷൻ ഡി യാക്കോബ്. ആരുടെ കുടുംബത്തോട്? ഓപ്ഷൻ സി ലോത്ത്. ഓപ്ഷൻ സി ലോത്ത് എന്ന ഉത്തരം നമ്മൾ ഉറപ്പിക്കുന്നു. സംശയമില്ല, ആ ഓട്ടത്തിലാണ് അമ്മാമ്മ ഉപ്പുതൂണായി പോയിട്ടുള്ളത് അല്ലേ? തിരിഞ്ഞു നോക്കി. അപ്പോ ഈ ഉത്തരം ശരിയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഉത്തരത്തിന്റെ ഇത് നമ്മൾ പരിശോധിക്കുന്നു. ഓപ്ഷൻ സി ലോത്ത് എന്ന ഉത്തരമാണോ ശരി? ഉത്തരം ശരിയാണ്. അപ്പൊ നല്ല തുടക്കം. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ശരിയായിട്ടുണ്ട്. മുമ്പിലേക്കും അങ്ങനെ പോകാൻ കഴിയട്ടെ. ചോദ്യം വളരെ ശ്രദ്ധയോടെ വായിക്കുക, ഉത്തരം വളരെ ശ്രദ്ധയോടെ വായിക്കുക. നമ്മൾ പുസ്തക കേന്ദ്രീകൃതമായതുകൊണ്ട് ചോദ്യങ്ങൾ വളരെ ട്രിക്കിയാണ്, കൺഫ്യൂസിങ് ആണ്. ടൈമർ ശ്രദ്ധിക്കുക, സമയമെടുക്കുക, വായിക്കുക, ധൃതി വേണ്ട. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകും. ആദ്യത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം: കാഴ്ചയാലല്ല ഞങ്ങൾ നടക്കുന്നത്, പിന്നെ എങ്ങനെ? ഓപ്ഷൻ എ പ്രാർത്ഥനയാൽ, ഓപ്ഷൻ ബി ദൈവകൃപയാൽ, ഓപ്ഷൻ സി ദൈവശക്തിയാൽ, ഓപ്ഷൻ ഡി വിശ്വാസത്താൽ. ഓപ്ഷൻ ഡി വിശ്വാസത്താൽ. ഓപ്ഷൻ ഡി വിശ്വാസത്താൽ എന്ന ഉത്തരം ഉറപ്പിക്കുന്നു. ഓക്കെ, എങ്കിൽ ഈ വാക്യം ഞാൻ പലപ്പോഴും ഈ വാക്യം ഹൃദയം കൊണ്ട് വായിക്കുമ്പോഴേ, ഏതായാലും നമുക്ക് കണ്ണടച്ച് ഞാൻ വിശ്വാസത്താലാണ് നടക്കുന്നതെന്ന് പറഞ്ഞ് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരു പാസ്റ്റർ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാനല്ല എൻ്റെ വണ്ടി ഓടിക്കുന്ന കർത്താവാ, അതുകൊണ്ട് ഞാൻ അങ്ങ് പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ അധികം വേറൊന്നും കൊണ്ടല്ല. ഞാൻ പറയും, നമ്മുടെ ചില സമയത്ത് ഈ കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കുന്നു എന്ന് വചനം ഉദ്ദേശിക്കുന്നത് ആ കാഴ്ച എന്ന് വെച്ചാൽ കാണുന്നതല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, കാണുന്നത് താൽക്കാലികം, കാണാത്ത നിത്യം. ഈ വിശ്വാസത്തിന്റെ കാഴ്ച എന്ന് പറയുന്നത് നിത്യതയാണ്. ഇപ്പൊ നമ്മുടെ ഭൗമിക കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാഴ്ചയെ കുറിച്ചല്ല. ഇപ്പം നമ്മളെല്ലാ കാര്യത്തിലും ഞങ്ങൾ കാഴ്ച കൊണ്ടല്ല വിശ്വാസത്തിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഈ വചനഭാഗത്തോട് കാണിക്കുന്ന ഒരു പ്രത്യേക അനീതിയായിരിക്കും. അപ്പോൾ വിശ്വാസം നിത്യതയാണ്. നമുക്ക് കാണാൻ കഴിയാത്ത വിശ്വാസത്തിൽ മാത്രം ഉൾക്കൊള്ളുന്ന കാര്യം കർത്താവ് ഒരിക്കലും നിത്യതയാണ്. ഏതായാലും നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ ഡി വിശ്വാസത്താൽ എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. അപ്പോ ഈ റൗണ്ടിലെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാനുള്ള സമയമാണ്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഇസ്രായേൽ മക്കൾ ചുമന്നുകൊണ്ട് നടന്ന രാജാവാര്? ഓപ്ഷൻ എ കിയൂൻ, ഓപ്ഷൻ ബി സിക്കൂത്ത്, ഓപ്ഷൻ സി ദാഗോൻ, ഓപ്ഷൻ ഡി ആഗാഗ്. ഇസ്രായേൽ മക്കൾ ചുമന്നുകൊണ്ട് നടന്ന രാജാവ്. ഇസ്രായേൽ മക്കൾ ചുമന്നുകൊണ്ട്. ആലോചിക്കാം. ഓപ്ഷൻ ഡി ആഗാഗ്. ഓപ്ഷൻ ഡി ഒന്നുകൂടെ ആലോചിക്കാം. ഓപ്ഷൻ ബി സിക്കൂത്ത്. ഓപ്ഷൻ ബി സിക്കൂത്ത്. ഓക്കെ, അത് ഉറപ്പിക്കുകയാണല്ലോ. ഓക്കെ, ഓപ്ഷൻ ബി സിക്കൂത്ത് എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. ആദ്യത്തെ റൗണ്ട് ആയതുകൊണ്ടാണ് ഉത്തരം പറയുമ്പോഴും നമ്മൾ ഒന്നുകൂടെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും മുൻപിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ. ഇപ്പൊ ചോദ്യങ്ങളെ കുറിച്ചൊരു വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ചെറുതായിട്ട്. അങ്ങനെ നമ്മളൊരു മത്സരത്തിന് വരുമ്പോൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് വരണം. നമ്മുടെ മറ്റ് മത്സരാർത്ഥികളൊക്കെ
വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള, വളരെ ബൈബിൾ വായിക്കുകയും നിരന്തരമായി ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്ന. പക്ഷേ ഗ്ലാഡിസിനെ പ്രത്യേകം അഭിനന്ദിക്കാം. പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിൽ ബൈബിൾ വായിച്ച് ഞാൻ മത്സരിക്കും എന്നൊരു കോൺഫിഡൻസോടുകൂടെ വന്നിട്ടുണ്ടല്ലോ, അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ആദ്യത്തെ റൗണ്ട് ഏതായാലും കടക്കും, ഉറപ്പായിട്ടും കടക്കും. അതും വലിയ അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ ബൈബിൾ വായിക്കുന്ന കുഞ്ഞുങ്ങൾ വളരെ കുറവാണ്. ബൈബിൾ വായിച്ച് മത്സരത്തിൽ പങ്കെടുക്കാൻ കാണിച്ച ധൈര്യത്തിന് പ്രത്യേക അഭിനന്ദനം പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി, സീക്കൂത്ത് എന്ന ഉത്തരം ശരിയാണോ? യെസ്, ആ ഉത്തരവും ശരിയാണ്. അപ്പം മുമ്പിലേക്ക് സമ്മാനത്തുക സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അപ്പൊ അത് നോക്കുക. മുമ്പിലേക്ക് പോകുമ്പോൾ എവിടെ വരെ എത്തി എന്ന് നമുക്കറിയാം. ഈ റൗണ്ടിലെ നാലാമത്തെ ചോദ്യം, ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കാൻ കൽപ്പിച്ച് ഹെരോദാവ് വിദ്വാൻമാരെ പറഞ്ഞയച്ചത് എവിടേക്ക്? ഓപ്ഷൻ എ ബെത്ലഹേം, ഓപ്ഷൻ ബി യെരൂശലേം, ഓപ്ഷൻ സി മിസ്രൈം, ഓപ്ഷൻ ഡി നസറേത്ത്. ഓപ്ഷൻ എ ബെത്ലഹേം. ഓപ്ഷൻ എ ബെത്ലഹേം എന്ന ഉത്തരം ഉറപ്പിക്കുന്നു. അതൊരു പെട്ടെന്ന് ആവേശത്തെ പറഞ്ഞ ഉത്തരമായി പോയില്ലേ? ആയിപ്പോയോ? ഇല്ല, ഉറപ്പാണ്? ഉറപ്പില്ല എന്നാലും ഒരു ആവേശം. എങ്കിലും വിദ്വാൻമാര് ഹെരോദാവിനോട് പറഞ്ഞത് ബെത്ലഹേമിൽ നിന്ന് നിനക്കുള്ള തലവൻ ബെത്ലഹേമിൽ നിന്ന് വരുന്നു എന്നുള്ളതായിരിക്കണം. അപ്പൊ ബെത്ലഹേമിൽ തന്നെയാണ് ഹെരോദാവ് ആളയക്കാനുള്ളൊരു സാധ്യത. അതുകൊണ്ട് ഇത് ശരിയാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതെല്ലാം സംഭവിക്കുന്നത് യെരൂശലേമിന് സമീപമാണ്. അതുകൊണ്ട് അതും ഒരു സാധ്യതയുണ്ട്. ഏതായാലും മിസ്രൈമും നസറേത്തുമല്ല, യെരൂശലേമും ബെത്ലഹേമിന് സാധ്യതയുണ്ട്. അതിലേതാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഏതായാലും 3 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് ശരിയാണ്. 4ാമത്തെ ചോദ്യം തെറ്റിപ്പോയാലും കുഴപ്പമില്ല. അങ്ങനുണ്ടോ? പാർട്ടിസിപ്പേഷൻ അതാണ് നമുക്ക് വേണ്ടത്, പാർട്ടിസിപ്പേഷൻ ആണല്ലോ. ഓക്കെ, 4ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ബെത്ലഹേം എന്ന ഉത്തരം ശരിയാണ്. ബെത്ലഹേം എന്ന ഉത്തരം വളരെ ശരിയാണ്. അപ്പോ അടുത്ത 2 ചോദ്യം കൂടെ കഴിഞ്ഞാൽ ഈ റൗണ്ട് ഫിനിഷ് ചെയ്യും. ഈ റൗണ്ട് ഫിനിഷ് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട് ഈ റൗണ്ടിലെ 5ാമത്തെ ചോദ്യം, മിസ്രൈമിലേക്ക് വന്ന യാക്കോബിന്റെ കുടുംബാംഗങ്ങൾ എത്ര? ഓപ്ഷൻ എ 70, ഓപ്ഷൻ ബി 60, ഓപ്ഷൻ സി 50, ഓപ്ഷൻ ഡി 73. എത്ര പേരാണ്? ഓപ്ഷൻ എ 70. ഓപ്ഷൻ എ 70, 70. ഉത്തരം ഉറപ്പിക്കുന്നു. അത് അറിയാല്ലേ? വായിച്ചുകൊണ്ട് അറിയാവുന്നതാണ്, ഈ പ്രസംഗ പരിചയം കൊണ്ട് അറിയാവുന്നതാണ്. കൂടുതലും പ്രസംഗ പരിചയം കൊണ്ട് അറിയാവുന്നതാണ്. അപ്പൊ നമ്മൾ കുറെ ഇങ്ങനെയുള്ള കുറെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിരന്തരമായിട്ട് നമ്മൾ പ്രസംഗിക്കുന്നുണ്ട് അല്ലെ? യോസെഫിനോടുകൂടെ 70 പേര് മിസ്രൈമിലേക്ക്, യോസെഫിന് പിന്നാലെ 70 പേര് വന്നു. അപ്പൊ നമ്മുടെ പ്രസംഗം, അപ്പൊ നമ്മളെ കുറച്ച് സ്ക്രിപ്റ്റേഴ്സ് ഒക്കെ ബൈഹാർട്ട് ചെയ്യാനും കുറച്ച് ചരിത്ര ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കാനും പ്രസംഗങ്ങൾ സഹായിക്കുന്നുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തന്നെ വായിക്കണം. മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ വായിക്കണം. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ അല്ലേ, പ്രസംഗം കേട്ടിട്ട് ഒന്നും മത്സരിക്കാൻ പറ്റില്ല. മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ പാലക്കാട് ആലത്തൂർ നിന്ന് ഗ്ലാഡീസ് പറയുന്നു വായിക്കണം. അപ്പൊ നിങ്ങൾ വായിക്കുക, വായിച്ചിട്ട് വന്ന് മത്സരിക്കുക. ഓക്കെ, 5ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ 70 എന്ന ഉത്തരം ശരിയാണോ? യെസ്, ആ ഉത്തരവും ശരിയാണ്. ഇനി ഈ റൗണ്ടിൽ അവശേഷിക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ്. ആ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ ചെറിയ ആശ്വാസം ലഭിക്കും മത്സരിച്ചതിൻ്റെ. അങ്ങനെ ഒരു ആശ്വാസത്തിലേക്ക് വരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ റൗണ്ടിലെ ഒടുവിലത്തെ ചോദ്യം, തന്റെ വീടിന്റെ അടുത്ത് അടക്കം ചെയ്തു എന്ന് പറയുന്നത് ഇവരിൽ ആരെ കുറിച്ചാണ്? തന്റെ വീടിന്റെ അടുത്ത് അടക്കം ചെയ്തു. ഓപ്ഷൻ എ ശൗൽ, ഓപ്ഷൻ ബി യാക്കോബ്, ഓപ്ഷൻ സി ശമൂവേൽ, ഓപ്ഷൻ ഡി ഇസഹാക്ക്. ഇവരിൽ ഓപ്ഷൻ സി ശമൂവേൽ. ഓപ്ഷൻ സി ശമൂവേൽ. ഉത്തരം ഉറപ്പിക്കുന്നു. അത് വായിച്ചു. ബാക്കി എല്ലാവരെയും യാക്കോബിനെ ഇസഹാക്കിനെയൊക്കെ അവരുടെ കുടുംബക്കല്ലറിയിലാണ് അടക്കം ചെയ്യുന്നത്. അവര് പണ്ട് തൊട്ടേ അപ്പൊ ഈ കുടുംബക്കല്ലറയുടെ ഒരു പാരമ്പര്യം ബൈബിളിനകത്തുണ്ട്. മക്പേല എന്ന് പറയുന്ന ഒരു ഗുഹ അബ്രഹാമിന്റെ ഒക്കെ
കുടുംബക്കല്ലറയാണ്. എനിക്ക് തോന്നുന്നു അവിടെ അടക്കം ചെയ്യാത്തത് റാഹേലിനെ മാത്രമാണ്. റാഹേലിനെ എഫ്രാത്തിന് പോകുന്ന വഴിയരിയിൽ അടക്കം ചെയ്തു. ലേയ മരിച്ചിട്ടും ലേയ ദീർഘദൂരം ചുമന്നുകൊണ്ടുവന്ന് ഈ മക്പേല ഗുഹയിലുള്ള കല്ലറയിലാണ് അടക്കിയിരുന്നത്. ഈ കനാൻ ദേശത്ത് അബ്രഹാം ആദ്യം വാങ്ങുന്ന പ്രോപ്പർട്ടി സെമിത്തേരിയാണ്, ഒരു കല്ലറയാണ്. വാഗ്ദത്ത ദേശത്ത് ആദ്യം കൈവശമാക്കുന്ന പ്രോപ്പർട്ടി. ഇപ്പോൾ ഒരു സഭയാണെങ്കിൽ കൂടെ ഏറ്റവും ആദ്യം വേണ്ടത് സെമിത്തേരി ആണെന്ന് പണ്ടുള്ള ആൾക്കാർ, എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല കേട്ടോ, പണ്ടുള്ള ആൾക്കാർ പറയും ആദ്യം വേണ്ടത് ഒരു സെമിത്തേരിയാണ്. ആരെങ്കിലുമൊക്കെ മരിച്ചുപോയാൽ അടക്കം ചെയ്യണ്ടേ, അപ്പൊ ഒരു സെമിത്തേരി. ആരും സെമിത്തേരി ഇല്ലാത്ത സഭയിൽ പോകാൻ ആരും ഒട്ട് ആഗ്രഹിക്കുന്നുമില്ല. ഏതായാലും ഷൗമേലിനെ ഏതായാലും വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തിയ ഒരാളാണ്, വീടിന്റെ അടുത്ത് സംസ്കാരം നടത്തിയ ഒരാൾ ഷൗമേലാണ് എന്ന് ഗ്ലാഡിസ് പറയുന്നു. നമുക്ക് നോക്കാം. 6ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ശമൂവേൽ എന്ന ഉത്തരം ശരിയാണോ? യെസ്, ആ ഉത്തരവ് ശരിയാണ്. 1ാമത്തെ റൗണ്ട് ഫിനിഷ് ചെയ്ത് ഒരു സമ്മാനത്തുക ഗ്ലാഡിസ് നേടിയിട്ടുണ്ട്. അപ്പോൾ വന്നത് വെറുതെ ആയിട്ടില്ല, മത്സരിച്ചിട്ടുണ്ട്, ഒരു റൗണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, സമ്മാനത്തുക നേടിയിട്ടുണ്ട്. അടുത്ത റൗണ്ടിലും ജയകരമായി മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. ഇത് സേഫ് സോൺ ആണ്. അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് പോകാം. അടുത്ത റൗണ്ടിൽ വരുമ്പോൾ 2 ഓപ്ഷനാണ് നമ്മുടെ മുൻപിലുള്ളത്. ഒന്ന് പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ, 2 പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. അതിലൊരു പ്രത്യേകത, ഈ റൗണ്ടിൽ പഴയ നിയമം തിരഞ്ഞെടുത്താൽ അടുത്ത റൗണ്ടിൽ പുതിയ നിയമം ആയിരിക്കും. അപ്പൊ നമ്മളൊരു പ്രിഫറൻസ് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പഴയ നിയമം ബുദ്ധിമുട്ടാണെങ്കിൽ അത് തിരഞ്ഞെടുക്കാതിരിക്കുക, പുതിയ നിയമം ഈസി ആണെങ്കിൽ അത് തിരഞ്ഞെടുക്കുക. അത് മത്സരാർത്ഥിയുടെ ഇഷ്ടം. ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? പഴയ നിയമം. ഓക്കെ. ഇപ്പോ 2ാമത്തെ റൗണ്ടിൽ ഗ്ലാഡിസ് തിരഞ്ഞെടുക്കുന്നത് പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഇതാണ് 2ാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം. തോട്ടങ്ങളെയും അത്തിവൃക്ഷങ്ങളെയും തിന്നുകളഞ്ഞത് ആര്? ഓപ്ഷൻ എ വിട്ടിൽ, ഓപ്ഷൻ ബി പുഴു, ഓപ്ഷൻ സി തുള്ളൻ, ഓപ്ഷൻ ഡി വെട്ടുക്കിളി. ഇതിലാരാണ് തോട്ടങ്ങളെയും അത്തിവൃക്ഷങ്ങളെയും തിന്നുകളഞ്ഞത്? ഡൗട്ടായി. എങ്കിലും അതൊന്ന് പറഞ്ഞു നോക്കുക. ആ വാക്യം അറിയാമല്ലോ. ടൈമർ ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. വിട്ടിലാണോ തുള്ളനാണോ? തുള്ളൽ. വിട്ടിൽ. വിട്ടിലാണോ തുള്ളലാണോ സംശയമാണ്. ഒന്നുകൂടെ വേണമെങ്കിൽ വേണ്ട, ഉറപ്പിക്കാം. തുള്ളൽ. തുള്ളൻ. ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, തുള്ളനി നിൽക്കുകയാണ്. പറഞ്ഞു. തുള്ളൽ. തുള്ളൻ. ഓക്കെ, ഓപ്ഷൻ സി തുള്ളൻ എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. ആ വാക്യം ഒന്ന് പറഞ്ഞു നോക്കി അറിയാലോ. അത് മറ്റേ എന്തുകൊണ്ട് ഇസ്രായേൽ മക്കൾ യഹോവയോട് തിരിയണില്ല, എന്തൊക്കെ കാരണങ്ങളൊക്കെ പറയട്ടെ. അതിനകത്ത് അത്തിയും മറ്റേ ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കുന്നുണ്ടെങ്കിൽ തുള്ളൻ തിന്നു, തുള്ളൻ തിന്നത് വീട്ടിൽ നിന്ന് പച്ചപ്പിടുന്നു, അതല്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. വീട്ടിലാണോ, പുഴുവാണോ, വെട്ടുക്കിളിയാണോ, തുള്ളനാണോ? പുഴുവും വെട്ടുക്കിളിയല്ല. അല്ല, വിട്ടിലാണോ? വെട്ടുക്കിളിയും പുഴുവല്ല, തുള്ളനാണ്. ഏതായാലും ഇനി ഒരു മടങ്ങിപ്പോക്കില്ല. നമ്മളൊരു ഉത്തരം ഉറപ്പിച്ചു. ഓക്കെ, 7ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി തുള്ളൻ എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരം ശരിയാണ്. ഇനി പക്ഷെ ഈ റൗണ്ട് പൂർത്തീകരിക്കുമ്പോഴാണ് സമ്മാനത്തുക പൂർണ്ണമായിട്ട് ലഭ്യമാകുന്നത്. സമ്മാനത്തുക ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആദ്യത്തെ സേഫ് സോൺ ഇടയ്ക്ക് വെച്ച് ഇനി ഇപ്പൊ നമ്മളൊരു സമ്മാനത്തുകയിൽ എത്തിയല്ലോ. ഇപ്പൊ 1500 എന്ന സമ്മാനത്തുകയാണ് കാണിച്ചത്. ഇനി അടുത്ത ചോദ്യം പ്രയാസകരമാണെങ്കിൽ, ആ ചോദ്യം കണ്ടതിന് ശേഷം ഞാൻ അറ്റൻഡ് ചെയ്തില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഏത് സമ്മാനത്തുകയിലാണോ അവസാനിച്ചത് ആ സമ്മാനത്തുക നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ നഷ്ടമാകും. പഴയ സേഫ് സോൺ ഏതാണോ ആ സേഫ് സോണിലെ സമ്മാനത്തുകയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ മുമ്പോട്ട് പോകുമ്പോൾ ചോദ്യം അതികഠിനമാണെന്ന് തോന്നുമെങ്കിൽ അവസാനിപ്പിക്കാം. ഓക്കെ, 2ാമത്തെ റൗണ്ടിലെ 2ാമത്തെ ചോദ്യം. നീ എന്നെക്കാൾ നീതിമാൻ, ഞാൻ നിനക്ക് തിന്മ ചെയ്തതിന് നീ എനിക്ക് നന്മ പകരം ചെയ്തിരിക്കുന്നു. ആരോട് പറഞ്ഞു? ഓപ്ഷൻ എ ശൗൽ ശമൂവേലിനോട്, ഓപ്ഷൻ ബി യോനാഥാൻ ദാവീദിനോട്, ഓപ്ഷൻ സി ശൗൽ ദാവീദിനോട്, ഓപ്ഷൻ ഡി ആഖീഷ് ദാവീദിനോട്. ശൗൽ ദാവീദിനോട്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ശൗൽ ദാവീദിനോട് എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്.
സംശയമൊന്നുമില്ല, അതാകാനാ സാധ്യത അല്ലേ? അതെ. ഓക്കെ, നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ സി, ശൗൽ ദാവീദിനോട് എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. ഈ റൗണ്ടിലെ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഒരു ആവേശത്തിൽ ഉത്തരം ചാടിപ്പറന്ന് തെറ്റിപ്പോയി സമ്മാനത്തുക നഷ്ടപ്പെടുത്താതിരിക്കുക ക്വിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉപയോഗിക്കുക. ഇതാണ് രണ്ടാമത്തെ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം. ഇവരിൽ 962 സംവത്സരം ജീവിച്ചിരുന്നത് ആര്? ഓപ്ഷൻ എ യാരദ്, ഓപ്ഷൻ ബി കേനാൻ, ഓപ്ഷൻ സി മഹലേൽ, ഓപ്ഷൻ ഡി ഏനോഷ്. 962 സംവത്സരം. കേനാൻ. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി കേനാൻ ഉറപ്പിക്കുന്നു. ഓക്കെ, ഓപ്ഷൻ ബി, ഒൻപതാമത്തെ ചോദ്യത്തിൽ ഓപ്ഷൻ ബി കേനാൻ എന്ന ഉത്തരം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. 962 സംവത്സരം ജീവിച്ചിരുന്ന കേനാനാണ്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ? കിറ്റ് ചെയ്യാമായിരുന്നില്ലേ? കിറ്റ് ചെയ്യണോ? വേണ്ട, കിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ക്വിറ്റ് ചെയ്യുന്ന പാടാ. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ആവേശത്തിൽ ഉത്തരം പറയണം നിർബന്ധമില്ല. ഏതായാലും നമുക്ക് പരിശോധിക്കാം, നോക്കാം. ഓപ്ഷൻ ബി കേനാൻ എന്ന ഉത്തരം ശരിയാണോ? ഓപ്ഷൻ എ യാരദാണ് 962 സംവത്സരം ജീവിച്ചിരുന്നത്. അതിൽ ആവേശം അല്പം അണവൊട്ടി മുൻപിലേക്ക് പോയി. ഇപ്പം ഗ്ലാഡീസിന്റെ ശുഭപ്രതീക്ഷയായിരുന്നു അതും ശരിയാകുമെന്നുള്ളത്. ഏതായാലും 9 ചോദ്യങ്ങൾ വരെ എത്തിയ ഗ്ലാഡീസിന്റെ ബൈബിൾ ബ്രെയിൻസിന്റെ പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. ക്വിറ്റ് ചെയ്തിരുന്നെങ്കിൽ 2000 രൂപ നല്ലൊരു സമ്മാനത്തുക ലഭിച്ചേനെ. എങ്കിലും ഒരു സമ്മാനം ഇല്ലാതല്ല പോകുന്നത്. ആദ്യത്തെ റൗണ്ടിലെ സേഫ് സോൺ ആയ 1000 രൂപയുടെ സമ്മാനത്തുക ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിശ്രമവേളകൾ ബൈബിൾ വായിക്കാനും പഠിക്കാനും സമയമെടുത്തു. ചില ഉത്തരങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കറിയാം കൃത്യമായി വായിച്ചിട്ടുണ്ട്. അതിൽ ഗ്ലാഡീസിന് പ്രത്യേകം അഭിനന്ദനം ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ഇനിയും വായിക്കാനും പഠിക്കാനും ഇനിയും മത്സരിക്കാനും ദൈവം അവസരം നൽകട്ടെ. എല്ലാവിധ ആശംസകളും ഞങ്ങൾ അറിയിക്കുന്നു. എങ്ങനെ തോന്നുന്നു? മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നോ അതോ ഫ്രീ ആയിട്ടാണോ മത്സരിച്ച്? എങ്ങനെ വിലയിരുത്തുന്നു? ചെറുതായിട്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഏതായാലും നല്ല രീതിയിൽ മത്സരിച്ചതിന് എല്ലാ ആശംസകളും അറിയിക്കുന്നു. അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗ്ലാഡീസിനെ പോലെ നിങ്ങൾക്ക് സമയമെടുക്കാം. യുവാക്കൾക്ക് പ്രിയ ഗ്ലാഡീസ് ഒരു പ്രചോദനമായി തീരട്ടെ. വായിക്കാനും മനസ്സിലാക്കാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു മത്സരാർത്ഥിയുമായി കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മന്റ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബദേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം, അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473727226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.